ഹായ്. ഡേ 1 വെയ്റ്റ് ലോസ് ജേർണിയുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞില്ല, മുമ്പോട്ട് ഹാവ് മൈ ഡിന്നർ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളോട് ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു, സോ ദാറ്റ് എനിക്ക് ഈ 28 ഡേയ്സ് കൊണ്ട് കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഈ 75 നിന്ന് ഞാനൊരു 5 കിലോ കുറച്ച് കഴിഞ്ഞാലും ഞാൻ ഹാപ്പിയാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ളത് പറയാം. രാവിലെ 6:15 ഉറക്കം എണീറ്റിട്ട് നോർമലി ഒരു കോഫിയാണ് കുടിക്കാറ് വിത്ത് ഷുഗർ. പക്ഷേ ഇന്ന് ഞാനത് മാറ്റി പകരം ഒരു അറൗണ്ട് 200 ml ലൂക്ക് വോം വാട്ടറിൽ ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് 8 മണിക്ക് മുന്നേ ഞാൻ വീണ്ടും ഇച്ചിരി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ക്വാണ്ടിറ്റി ഞാൻ നോക്കുന്നില്ല, ജസ്റ്റ് ലൈക്ക് 1/2 കപ്പ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അത് കഴിഞ്ഞ ശേഷം 8 മണിക്ക് ഞാൻ കോളേജിലേക്ക് പോകാനിറങ്ങുന്നതിന് മുമ്പ് യൂഷ്വലി ഒരു കോഫി കുടിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇന്നും ആ കോഫി ഞാൻ കുടിച്ചു, പക്ഷേ കോഫിയുടെ ക്വാണ്ടിറ്റി കുറച്ചു. കപ്പ് ചെറുതാക്കി, മധുരം കുറച്ചു, പാല് കുറച്ചു. പക്ഷേ കുടിച്ചോന്ന് ചോദിച്ചാൽ കുടിച്ചു. യെസ്, അതൊരു ഹാബിറ്റാണ്, എനിക്കത് പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് പോയത് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും ദാലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബൗൾ ദാലും, നോർമലി 3 ചപ്പാത്തി കഴിക്കും, പക്ഷേ ഇന്ന് ഞാൻ 2 ചപ്പാത്തിയെ എടുത്തിട്ട് പോയുള്ളൂ. അതിൻ്റെ കൂടെ പിന്നെ കോഫിയും ടീയും ഒന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ന് എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ടീ ആൻഡ് സ്നാക്സ് വരും. പക്ഷേ ഞാനിന്ന് ഒരു കോഫിയാണ് കൊണ്ടുവന്നത്. ഞാൻ പറയാൻ വിട്ടു പഞ്ചസാര ഒഴിവാക്കാനായിട്ട്. അപ്പോൾ അവർ കൊണ്ടുവന്ന കോഫി ഞാൻ കുടിച്ചു. അതിൻ്റെ കൂടെ സ്നാക്ക് കൊണ്ടുവന്ന് ഞാൻ കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ടൈമായി. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് വരുന്നതിനിടയിൽ എനിക്ക് ഒരു വ്യത്യാസം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നത്, അറൗണ്ട് ഒരു 2 ലിറ്റേഴ്സ് ലൈക്ക് 1.5 ലിറ്റർ വെള്ളം ഞാൻ ആ 9 o'clock to അറൗണ്ട് 12:30 അതിനിടയിൽ ഞാൻ കുടിച്ചു തീർത്തു. ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് എവറി ഹാഫ് ആൻ അവർ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ എക്സാം ഹാളിൽ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ അത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് പോയ ബോട്ടിലിരുന്ന് ഞാൻ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് വീണ്ടും റീഫില്ല് ചെയ്ത് കൊണ്ടുപോയി. സോ അത്രയായിരുന്നു ഞാൻ വെള്ളം കുടിച്ചത്. അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ വന്നു. ലഞ്ച് നോർമൽ നമ്മുടെ കേരള മട്ട റൈസ്. ഇന്ന് കണവ റോസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇച്ചിരി മാങ്ങ അച്ചാറുണ്ട്. അപ്പോൾ പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു. സോ ഇതായിരുന്നു ഞാൻ എടുത്തിട്ട് പോയത്. അവിടെയും ക്വാണ്ടിറ്റി ഞാൻ കുറച്ചു, റൈസിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ വളരെ കുറച്ചു. റോസ്റ്റ് ഞാൻ എടുത്തിട്ട് പോയി. എൻ്റെ ലഞ്ച് ബോക്സിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, ഒരു കുഞ്ഞ് വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ്. സോ വി ഷെയർ ദ ഫുഡ്. പിന്നെ ഉള്ളത്, അത് കഴിഞ്ഞ ശേഷം ഈവനിങ് നോർമലി ഒരു ഹാബിറ്റ് ഉണ്ട്, ഒരു ചായ കുടിക്കുന്നൊരു ശീലമുണ്ട്. പക്ഷേ അത് ക്യാൻറ്റീനിന്നോ വല്ലതുമൊക്കെ കുടിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ വൈകിട്ട് എന്തെങ്കിലും ഒരു ക്യാൻഡ് ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിക്കുന്നൊരു ശീലമുണ്ട്. ഇന്ന് അത് ഒഴിവാക്കിയിട്ട് ഇന്ന് ഫുൾ വെള്ളം കുടിയായിരുന്നു. എപ്പോഴൊക്കെ കിട്ടുന്നോ അപ്പോഴെല്ലാം ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇതുവരെ ഇത്രയും വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. അതിൽ ബുദ്ധിമുട്ടായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂം പോകേണ്ടി വന്നു എന്നുള്ളതല്ലാതെ. പക്ഷെ അതിലും ഈവൻ ഐ ഫെൽറ്റ് ഇറ്റ് വെരി പോസിറ്റീവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും വെള്ളം കുടിച്ചതുകൊണ്ട് എനിക്ക് യൂറിൻ വളരെ തിക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് നോർമലി കുറേ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ തോന്നുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. സോ ഇറ്റ് വാസ് ഗുഡ്. അത്രയും വെള്ളം കുടിച്ചത് നന്നായി എന്ന് തോന്നി. ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂം പോകേണ്ടി വന്നെങ്കിൽ പോലും. അപ്പോൾ വൈകിട്ട് 4 മണിക്കൊന്നും ഞാൻ ഈ പറയുന്ന ചായയോ ജ്യൂസോ അങ്ങനെ ഒന്നും കുടിച്ചില്ല. കോളേജ് ബസ് കയറി തിരിച്ചു വന്നു. വീട്ടിൽ വന്ന ശേഷം ഞാൻ ചായ അല്ലെങ്കിൽ ഒരു കോഫി, അത് വൈകിട്ട് അത് ഒരെണ്ണം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ശീലമായി പോയി, തലവേദന വരും. സോ അതുകൊണ്ട് കഴിച്ചു. പക്ഷേ അവിടെയും ക്വാണ്ടിറ്റി കുറച്ച്, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി. ഞാൻ സാധാരണ കുടിക്കുന്നതിൻ്റെ പകുതിയുടെയും താഴെ ക്വാണ്ടിറ്റി ആണ് ഞാൻ ചായ കുടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ. ഇപ്പോൾ എനിക്ക് 8 o'clock ഞാൻ ഡിന്നർ കഴിക്കുന്നുണ്ട്. ഡിന്നർ വന്നിട്ട് ഒരു മൾട്ടിഗ്രെയിൻ ബാറാണ് ഞാൻ കഴിക്കുന്നത്. സോ അത് കഴിച്ചിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കുറേ കൂടെ വെള്ളം കുടിച്ചിട്ട് ഇന്നത്തെ
ഡേ ലൂസ് ഡൗൺ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ ഐ ഹാഡ് ഇന്നത്തെ ദിവസത്തിൽ. ഇതിനകത്ത് എനിക്ക് ക്ഷീണമോ അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ വളരെ റിഫ്രഷ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ആദ്യത്തെ ദിവസം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ബുദ്ധിമുട്ട് എനിക്കില്ല. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഫുഡിൽ നിന്ന് ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. എല്ലാ ഫുഡിൻ്റെയും ക്വാണ്ടിറ്റി ഞാൻ കുറച്ചു. വെള്ളത്തിൻ്റെ ഇൻടേക്ക് ഞാൻ നന്നായിട്ട് കൂട്ടി. ഞാൻ സാധാരണ ഇത്രയും വെള്ളം കുടിക്കാറേ ഇല്ല. പക്ഷേ ഇപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ അതിൽ നിന്നും ഒത്തിരി കൂടുതൽ വെള്ളം ഞാൻ കുടിച്ചു. സോ ഹോപ്പ്ഫുള്ളി വെയ്റ്റ് ലോസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡേ 1 ആയിട്ടുള്ളൂ. ഇനിയുണ്ട് 27 ദിവസം. സോ ക്രോസിങ് മൈ ഫിംഗേഴ്സ്, ഇതേപോലെ തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സ്റ്റേ വിത്ത് മീ. താങ്ക് യു.